ഡോക്ടർ സിറിയക് ജോർജിനെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത്. വാഗമണ്ണിലെ റിസോർട്ടിൽ നിന്നാണ് ഡോക്ടർ സിറിയക്കിനെ പിടികൂടിയത്. ജാസ്ലെ ജോൺസനെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഡോക്ടർ സിറിയക് ജോർജ്. വാഗമണ്ണിൽ റിസോർട്ടിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാഗമണ്ണിൽ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ അപകടം നടന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. ഇന്നിപ്പോൾ മാർച്ച് 6 ആയിരിക്കുന്നു. ഒരാഴ്ചയാകുമ്പോഴാണ് പ്രതിയെ പിടികൂടുന്നത്. വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായതാണ്. നേരത്തെ ഇദ്ദേഹത്തിന്റെ പിതാവ് ജോർജ് മാത്യു അറസ്റ്റിലായിരുന്നു. ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നുള്ളതിനാണ് പിതാവിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് ഇന്ന് വാഗമണ്ണിൽ വെച്ച് ഡോക്ടർ സിറിയക് ജോർജിനെ പോലീസ് പിടികൂടിയത്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധം. പ്രതിയെ പിടികൂടുന്നാൽ താമസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. കൂടാതെ ജാസ്ലയുടെ സഹപാഠികളും വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർത്തിയിരുന്നത്. അധ്യാപകരൊക്കെ പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി സഹപാഠികൾ പ്രതിഷേധിച്ചിരുന്നു. ഇന്നലെ കുടുംബം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് തങ്ങൾ സാമ്പത്തികമായൊക്കെ പിന്നാക്കം നിൽക്കുന്ന കുടുംബമായതുകൊണ്ടാണോ ഇത്തരത്തിലേക്കൊരു അവഗണനയുണ്ടാകുന്നത്, ഇയാൾ സമ്പന്നനായതുകൊണ്ടാണോ പിടിക്കാത്തത് പ്രതിയെ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു. അപകടം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം, കൃത്യം ഒരാഴ്ചയാകുമ്പോഴാണ് പിടിയിലായത് എന്നതാണ്. വാഗമണ്ണിൽ നിന്നാണ് ഡോക്ടർ സിറിയക്ക് പിടിയിലായത്. വാഗമണ്ണിൽ ഒരു റിസോർട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ എങ്ങോട്ടേക്കാണ് ഡോക്ടർ സിറിയക്കിനെ കൊണ്ടുപോകുന്നത്? വിശദാംശങ്ങൾ. അനുജ, അങ്കമാലിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ വാഗമൺ പോലീസ് സ്റ്റേഷനിലെത്തി സിറിയക്കിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ തന്നെ ഈ സിറിയക്കിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വാഗമൺ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണംകുളം എന്ന് പറയുന്ന സ്ഥലത്തെ റിസോർട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സിറിയക്കിനെ രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കമാലിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോൾ എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുമുണ്ട്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ അങ്കമാലിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. എന്തായാലും 6 ദിവസത്തിന് ശേഷം ഈ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം എന്തായാലും അങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ പിന്നീട് നൽകാം എന്നുള്ളതാണ് പോലീസിന്റെ അറിയിപ്പ്. നമുക്കറിയാം 28-ാം തീയതിയാണ് ഈ അതിദാരുണമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അങ്കമാലിയിലെ കോളേജ് നടത്തിയിരുന്നു. ഞങ്ങളെ സഹായിക്കുന്നില്ല പോലീസ്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം പോലീസിനെതിരേക്ക് ഉയർന്നിരുന്നു. അതിലൊക്കെ എന്തെങ്കിലും ഇന്റേണൽ അന്വേഷണം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ സ്വാധീനമെങ്കിൽ പാരൻസിനടക്കം നമ്മൾ പ്രതിയാക്കുന്ന ഘട്ടത്തിലേക്ക് വരില്ലല്ലോ. അങ്ങനെ യാതൊരു സ്വാധീനമോ മറ്റൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം വരുന്ന സാഹചര്യത്തിൽ അത് പരിശോധിക്കും. അതും കൂടി പരിശോധിച്ചിട്ട് അല്ല, അങ്ങനെ അവരുടെ പാരൻസിന് അങ്ങനെ ഒരു ആക്ഷേപമുള്ള നിലയ്ക്ക് നമ്മളത് പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നടപടിയെടുക്കുന്നത്. പ്രതിയെ പിടികൂടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് DCP വിശദീകരിച്ചത്. രാഹുൽ വിജയൻ തുടരും. അനുജ, ഈ സംഭവം ഉണ്ടായി, ഈ അപകടമുണ്ടായി. ജെസിലിയെ അപകടത്തിൽ കൊലപ്പെടുത്തിയതിനു ശേഷം സിറിയക്ക് നേരെ വാഗമണ്ണിലേക്കാണ് വന്നത്. വാഗമണ്ണിലേക്ക് ബന്ധുവിന്റെ കൂടെയാണ് സിറിയക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കൊണ്ടുവന്ന് അവർക്ക് പരിചയമുള്ള കണ്ണംകുളത്തെ ഒരു റിസോർട്ടിൽ പാർപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മഫ്തിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയും 2 പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും ഈ സിറിയക്കിനെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മീശയും താടിയും ഒക്കെ വടിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങളിലും ഫോട്ടോയിലും ഒക്കെ കാണുന്ന രൂപമായിരുന്നില്ല. ദൃശ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഈ താടിയും മീശയും ഒക്കെ ഉള്ള രൂപമായിരുന്നു. അതൊക്കെ വടിച്ചതിന് ശേഷമാണ് ഇവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് രൂപമാറ്റം വരുത്തിയിരുന്നു. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത വിധത്തിലുള്ള ഒരു രൂപമാറ്റത്തിലേക്ക് അദ്ദേഹം പോയിരുന്നു. അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്നുള്ള ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ആത്മവിശ്വാസമൊക്കെ പോലീസ് പൊളിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. യുവജന സംഘടനകളൊക്കെ ഈ പ്രതിയെ പിടികൂടാൻ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ എന്തായാലും സിറിയ
സിറിയക്ക് പിടിയിലായിരിക്കുന്നു. സിറിയക്കിന്റെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ ആയിരിക്കാം ഒരുപക്ഷെ എവിടെയാണ് ഈ സിറിയക്ക് ഉള്ളത് എന്നുള്ളൊരു വിവരം പോലീസിന് കിട്ടിയിരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട്. ഈ പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഉന്നതനായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള ആളുകളുടെ സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ ഇത്രയും ദിവസം ഒരു പ്രതിക്ക് ഒരു ഹിറ്റ് ആൻഡ് റൺ കേസിൽ ഒരു പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ ഈ വാഹനമൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണ്. പക്ഷേ ഈ വാഹനം ഓടിച്ച പ്രതിയെ എന്തുകൊണ്ട് കിട്ടുന്നില്ല, എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിന്നതാണ്. എന്തായാലും ആ ചോദ്യത്തിനൊക്കെ ഉത്തരമായിരിക്കുന്നു. ആ പ്രതിയെ എന്തായാലും പിടികൂടിയിരിക്കുന്നു. ജസീലയുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ 4 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ആ പെൺകുട്ടി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തത്. എന്തായാലും ആ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. വാഗമണ്ണിൽ ബന്ധുവിന്റെ സഹായത്തോടുകൂടി എത്തി റിസോർട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.